1 കപ്പ് റൈസ് പൗഡർ, 1 കപ്പ് മൈദ, 1 കപ്പ് റവ, 2 കപ്പ് ശർക്കരപ്പാനി, 1/4 കപ്പ് തേങ്ങാക്കൊത്തിൽ, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വറുക്കുക. കുറച്ച് ഏലക്കായയിൽ പഞ്ചസാര ഇട്ട് പൊടിച്ച് വയ്ക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിൽ ഞാൻ അരിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി മൈദ ഇതിൽ മിക്സ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് നമ്മളുടെ റവ ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ശർക്കരപ്പാനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് ഇളക്കുക. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നെയ്യിൽ വറുത്ത കോക്കനട്ട് പീസ് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയിൽ പൊടിച്ചു വെച്ച ഏലക്ക പൗഡർ 1 ടീസ്പൂൺ ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നന്നായി ഇളക്കുക. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, അതിൻ്റെ മധുരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കാം. ബാറ്റർ റെഡി. ഇനി 2 മണിക്കൂർ നമുക്ക് അത് സെറ്റാവാൻ വേണ്ടി വെക്കണം. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയിടുന്ന പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലാം വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്.